ഈ ഒരു കൊട്ടാരമായിട്ടൊരു ചെറിയൊരു ആത്മബന്ധം ഉണ്ട് കേട്ടോ എനിക്ക്. എൻ്റെ ആദ്യത്തെ ഇൻ്റർവ്യൂ പ്രിൻസ് ആദിത്യവർമ്മയോട് കൂടിയിട്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ആദ്യ കൈലാസത്തിലെ മനോരമ ചീഫ് ഫോട്ടോഗ്രാഫർ ജയചന്ദ്രൻ സാറും ഒക്കെ ഉണ്ടായിരുന്നു ആ ഇൻ്റർവ്യൂവിൽ. ഇതിലെല്ലാം ഉപരി ഞാൻ എഴുതിയൊരു പുസ്തകം പ്രകാശനം ചെയ്തത് അശ്വതി എന്നാൽ ഗൗരിലക്ഷ്മിബായി തമ്പുരാട്ടിയായിരുന്നു, പത്മശ്രീ. അപ്പോൾ വലിയ സന്തോഷം. ഒരുപാട് പേര് ഹോം ടൂർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഒന്നും കൂടി മൂവി വേൾഡിന് വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്യാൻ പോവാണ് എന്ന് വിചാരിച്ചു. പ്രേക്ഷകർക്ക് ഒരുപാട് പേര് അപ്പോൾ നമുക്കൊന്ന് ഒന്ന് മാറ്റി പിടിക്കാം. ഈ പ്രശ്നം ഞാനൊന്ന് പറഞ്ഞു നോക്കാം കുറച്ച്. തെറ്റുണ്ടെങ്കിൽ തന്നാൽ മതി. ഇത് മഹാപ്രഭു തമ്പുരാട്ടിയും രവിവർമ്മ തമ്പുരാൻ രാജരവിവർമ്മയുടെ പേരക്കുട്ടി. പക്ഷെ മകളുടെ മകൻ അല്ലെന്ന് പറയുന്നു. ഇപ്പോൾ ആ കുട്ടി അവരുടെ മകൻ അല്ലെന്ന് ഇപ്പോൾ ഒരു വാദം വരുന്നുണ്ട്. പിന്നിപ്പോ കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. മകളാണ്. പക്ഷെ അപ്പം ഒരു എല്ലാവരും കണ്ടതായിരിക്കും നമ്മുടെ കൊട്ടാരത്തിൻ്റെ അകത്തളങ്ങൾ. പക്ഷേ ഒന്ന് കാര്യമായിട്ടൊന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും ഒന്ന് പരിചയപ്പെടാം. കയറി വരുമ്പോൾ തന്നെ പഴമയിലും പ്രൗഢിയോട് കൂടി നിൽക്കുന്ന ഒരു കൊട്ടാരമാണ് കവടിയാർ പാലസ് ഇന്നും. ഇവിടെ ഏറ്റവും കൂടുതൽ പ്രത്യേകത ഉള്ളത് ഞാൻ പറഞ്ഞോട്ടെ. ഏറ്റവും കൂടുതൽ പ്രത്യേകത എന്ന് പറയുന്നത് എടുക്കാൻ പറ്റില്ല തോന്നുന്നു. അത്രയും കനമുണ്ട് കേട്ടോ. ഇത് നല്ല കനമുണ്ട്. ശബരിമലയുടെ കൊടിമരത്തിന്റെ ആകൃതിയിലുള്ള ഒരു മാതൃകയാണിത്. ഇതിന്റെ ബേസ് കരിങ്കല്ലാണ് വരുന്നത്. മുകളിലോട്ട് മെറ്റലാണ് ആയിരിക്കണം. താഴെ കരിങ്കല്ലാന്നറിയാം, മുകളിലോട്ട് മെറ്റൽ. നല്ല വെയിറ്റ് ആണ് കേട്ടോ. എടുത്താൽ പൊങ്ങില്ല. എടുത്തു നോക്കാമെന്ന് അല്ലേ? എടുത്തു നോക്കിയാലും പൊങ്ങും. പക്ഷേ പരീക്ഷണം വേണ്ട അല്ലേ? പിന്നെ ഇതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ പ്രിൻസ് പറയണേ. ക്ലോക്ക്, നമ്മുടെ പഴയ ക്ലോക്ക് കണ്ടിട്ടില്ലേ? ഇതാണ് എൻ്റെ താക്കോല്. ഞാനാ മൈൻഡ് ഇതൊക്കെ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. ഇത് കൊണ്ടുവന്ന സമയത്ത് തന്നെ ഓപ്പൺ ചെയ്യുന്നത് ഞാൻ ജനിച്ചിട്ടില്ല. അല്ല, എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്? അല്ല, ഇത് ഇവിടെ ഒരു നോബ് ഉണ്ടായിരുന്നു. കാലത്തിന്റെ പഴക്കത്തിൽ അത് പോയി. ഞാൻ കണ്ടുപിടിച്ച ടെക്നോളജി. ഞങ്ങൾ വന്ന സമയത്ത് 12 മണിയാട്ടോ. ആ സമയത്ത് ഇത് ഇതിന്റെ ആ സൗണ്ട് കേട്ടു. ഭയങ്കര ഗ്രീക്കോ റോമൻ തോന്നുന്നു. ഈ ശില്പങ്ങൾ കണ്ടിട്ട് ഗ്രീക്കോ റോമൻ ആയിരിക്കണം. ഏകദേശം ഒരു 75-80 വർഷം വരും. എന്തെങ്കിലും ടച്ച് ചെയ്തിട്ട് കുറച്ച് പോളിഷ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ പ്രത്യേകിച്ചും ചെയ്തിട്ടില്ല. ഇല്ല. മെഷീൻ മാത്രം ഓവറോൾ ചെയ്തു, റിപ്പയർ ചെയ്തു. പക്ഷെ ഇതൊക്കെ റിപ്പയർ ചെയ്യുമ്പോൾ എല്ലാം ഇലക്ട്രോണിക് ആയതുകൊണ്ട് മെക്കാനിക്കലുള്ള സാധനങ്ങളുള്ള ആൾക്കാർ കഷ്ടപ്പെടും. അല്ലെങ്കിൽ നമ്മളതിന് പഠിക്കണം. ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. ഡെയിലി നമ്മളിത് ചെയ്തു. വേണ്ട, ആഴ്ചയിൽ ഒരു ദിവസം കറക്റ്റാണ്. ഒരാഴ്ച കഴിയുമ്പോൾ നിൽക്കും. ഇനി ഇടയ്ക്ക് ചിലപ്പോൾ നിൽക്കും. ചെറിയൊരു അടി കൊടുത്താൽ പിന്നെ ഓരോ 15 മിനിറ്റ് കൂടുമ്പോഴും അടിക്കുന്നുണ്ടോ അത് അങ്ങനെ. പിന്നെ ഒരുപാട് ഇതൊക്കെ പുതിയതാണ്. ഇത് പുതിയതാണ്. ഏറ്റവും പുതിയത് ഇതാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഫർണിച്ചറുകൾ. ഏറ്റവും പുതിയതെന്ന് ഉദ്ദേശിച്ച ഈ ഷീൽഡ്. ഇവിടുത്തെ ഫർണിച്ചറുകളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലോ അല്ലേ, എന്താ അങ്ങനെ ചൈനീസ് അന്ന് പക്ഷെ അങ്ങനത്തെ ഒരു ഇതില്ലായിരുന്നു. ചൈനീസ് ഈ ആർക്കിടെക്ചർ, നേപ്പാൾ, ചൈന, ഇതെല്ലാം ഈ ഡ്രാഗൺസ് ഇതിങ്ങനെ തുറക്കാൻ പറ്റുന്ന വ്യാളികള് അല്ലേ, ഇത് തുറക്കാൻ പറ്റുന്ന കുട്ടികളൊക്കെ ആണെന്ന് പിന്നെ അത്തേറി ഇരുന്നാലും അറിയാം. പണ്ടൊക്കെ വല്ല സ്റ്റോറൊക്കെ ചെയ്ത് വെച്ചിരുന്നതായിരിക്കും. അങ്ങനെയൊക്കെ ആയിരിക്കും. ബുക്സ് ഒക്കെ സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ തുണി അടുക്കി വെക്കാം. ലാമ്പാണെങ്കിൽ പിന്നെ നമ്മളിപ്പോഴും കാണുന്ന ഒരു ചിത്രം, എല്ലാ ആ ചിത്രത്തിൽ മഹാരാജാവിൻ്റെ തൊട്ടടുത്ത് തന്നെ അമ്മ സേതു പാർവതിബായി തമ്പുരാട്ടിയുടെ ചിത്രം. ഇപ്പോഴും ഇതൊക്കെ പ്രിൻസ് ഒരുപാട് ആയിട്ടുണ്ടാവും. ഇതൊക്കെ പുതിയതാ ആണല്ലേ? അതെ. 3 മാർബിൾ ലൈറ്റ്, 3 തട്ടാണ്. ഞാൻ കേട്ടിട്ടുണ്ട് കുട്ടിക്കാലത്ത് തൊടാൻ സമ്മതിക്കില്ലായിരുന്നു എന്നൊക്കെ. കുറച്ച് അങ്ങനെ എല്ലാത്തിലും തൊട്ട് നല്ലോണം ചെയ്തിട്ടുണ്ടായിരുന്നു.
പിന്നെ രാജാ രവിവർമ്മയുടെ പ്രശസ്തമായ പെയിന്റിങ് ദേർ കംസ് പപ്പ അല്ലേ, അത് അച്ഛൻ വരുന്നു. പട്ടിയെ രണ്ടാമത് ആഡ് ചെയ്തതാണ്. അതൊരു എക്സിബിഷന് പോയിട്ട് തിരിച്ചു ചിക്കാഗോയിൽ. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു പ്രധാന വാതിൽ അല്ലേ, പണ്ടത്തെ അല്ല ഇത് കഴിഞ്ഞിട്ടൊരു ഇതൊരു ഓഫീസ് റൂം, ഓഫീസ് റൂം ആയിരുന്നു. ഇവിടെ വെച്ചിട്ടാണ് തന്ത്രപ്രധാനമായ പല തീരുമാനങ്ങളും അദ്ദേഹം എടുത്തിട്ടുണ്ടാവും. ഇവിടെ പക്ഷേ കുറച്ചുകൂടെ പുതിയതാണ്. മെയിൻ പിന്നെ ഭരണകാലത്തൊക്കെ കൂടുതലും സെക്രട്ടറി ഡർബാർ ഹാൾ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു മിനി ഡർബാർ ഹാളുണ്ട്. ഇവിടെ ഈ പാലസിൽ. അതെയോ? അത് മുകളിലാണോ? മഴയത്ത് എത്ര റൂമുകളുണ്ട് മൊത്തം? ഇവിടെ 100 കാണും, 100 കൂടുതൽ കാണും. എല്ലാം ഇപ്പൊ ഇതൊരു നമ്മൾ നിൽക്കുന്ന ഒരു റൂം. ഇപ്പൊ ഇങ്ങനെ ഇതൊരു റൂമായിട്ട് കണക്കാക്കും. ഡിഫറൻഷ്യൽ അതൊരു റൂം, വരാന്ത എല്ലാം കൂടെ ചേർത്താണ് 100 അടുപ്പിച്ചുണ്ട്. ഇത് ചിത്രനാൾ മഹാരാജാവിന്റെ അച്ഛൻ കിളിമാനൂർ രവിവർമ്മ തമ്പുരാൻ. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി ക്യൂരിയോസ് ഉണ്ട് അല്ലേ? ഇതിന്റെ നടുഭാഗത്ത് കണ്ടോ ഒരു ക്യൂരിയോസ് ഉണ്ട്, ഒരു ഫലകത്തിന്റെ മുകളിലൊരു ഷിപ്പ്. ഇതിനൊരു സ്റ്റോറി ഉണ്ട് കേട്ടോ ഈ ഒരു ഷിപ്പിന്, ഇല്ലേ? ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. പണ്ട് കടൽ കടന്ന് പോവുക എന്നുള്ളത് ഒരു പാപമായിട്ട് വിശ്വസിച്ചിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് ചിത്രതിരുനാൾ മഹാരാജാവിൻ്റെ അമ്മ സേതു പാർവതിബായും അനിയത്തി പ്രിയ സഹോദരി കാർത്തിക തിരുനാൾ ലക്ഷ്മിബായി തമ്പുരാട്ടിയും കൂടി ഇംഗ്ലണ്ടിലേക്ക് പോയി വന്നു. ആ ഒരു മാമൂലുകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പോയതിൻ്റെ ആ ഒരു അഭിനന്ദനമായിട്ട് തിരുവനന്തപുരം നിവാസികൾ കൊടുത്ത ഫലകമാണെന്ന് കേട്ടിട്ടുണ്ട്. ശരിയാണ്. അത് ഒരു സൈഡിൽ അമ്പലവും ഒരു സൈഡിൽ കവിയാറുമാണ് ആണല്ലേ. പിന്നെ ഒരുപാട് കുറേ ചൈനീസ് ആണ് അല്ല, ഒരുപാട് ചൈനീസ് കുറച്ചൊക്കെ കുറെ ഉണ്ട്. പിന്നെ ടവേഴ്സും ജാപ്പനീസ് എന്ന് പറയാൻ വേണമെങ്കിൽ ഡ്രാഗൺസ് ജപ്പാനിലും ഇല്ലേ, പഴയ ബ്രൂസ് വിൽസൺ എൻ്റർ ദി ഡ്രാഗൺ. ഇത് മാർബിളാ, ഇത് എടുക്കാൻ ഒക്കില്ല. ഇതും ഭയങ്കര വെയിറ്റ് എടുക്കാൻ ഒക്കില്ല. ഇത് ലൈറ്റ് ഫാന് ഒന്നും സ്വിച്ചസ് ഒക്കെ എടുത്ത് പറയേണ്ട കാര്യമാണ്. ഫാനൊന്നും ലൈറ്റ് സൗണ്ട് തന്നെ ഇല്ല കേട്ടോ. ഇത് കുറച്ച് പുതിയ ഫാൻ ആണോ? മറ്റേ പഴയ ഫാൻ അകത്ത് കിടപ്പുണ്ടാവും. സൗണ്ട് ഒക്കെ എങ്ങനെയാ അതിന്റെ? സൗണ്ട് ഇല്ല, വല്ലാതെ ഇല്ല. പക്ഷെ ഇപ്പോഴൊക്കെ നമ്മളിപ്പോ ഇന്റർവ്യൂ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഫാനൊക്കെ ഓഫ് ചെയ്തിട്ടൊക്കെയാ. പക്ഷെ ഇവിടെ എനിക്ക് അതിന്റെ ഒരു ആവശ്യം തോന്നിയില്ല. പിന്നെ ഓണവില്ല് അല്ലേ? അതെ, ഓണവില്ല് കൽക്കി 2000 വർഷം കഴിയുമ്പോൾ അവതരിക്കാന്നാണ് കേട്ടിട്ടുള്ളത്. ഈ ഓണവില്ലിന്റെ ഒരു ഇതെന്താ, ഒരു പ്രത്യേക കുടുംബത്തിന് മാത്രം നിർമ്മിക്കാനുള്ള അവകാശമൊക്കെ അവര് അങ്ങനെ തിരുവോണത്തിന്റെ വരച്ച് അവിടെ അങ്ങനെയാണ് സമർപ്പിക്കും. ദശാവതാരങ്ങൾ കൽക്കിയെ കണ്ടോ? വാളൊക്കെ പിടിച്ചു കൽക്കി അവതരിച്ചിട്ടോ? അവതരിച്ചു ഇല്ലല്ലേ? കൽക്കി അവതരിച്ചു ഇല്ല. കലികാലമായി, കലിയുടെ കാലമായി. കൽക്കി എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ ഒരു 2000 വർഷം കഴിയുമ്പോൾ വടക്കേ ഇന്ത്യയിൽ അവതരിക്കുന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. അനന്തസേനം, ഗണപതി, ശ്രീരാമൻ, ശാസ്താവ്. ഇത് രവിവർമ്മ പെയിന്റിംഗ് ആണ്. നിശാന്തിരുനാൾ മഹാരാജാവിന്റെ അമ്മയുടെ ബന്ധുവാണ്. എനിക്ക് കൃത്യമായിട്ട് പറയാൻ അറിയില്ല കറക്റ്റ് റിലേഷൻ. പക്ഷേ ഇതൊക്കെ അന്നത്തെ കാലത്തുള്ള ഇതൊക്കെ പഴയതാണ് അല്ലേ? ഈ ഒരു ചിത്രമൊക്കെ നോക്കൂ, ഇപ്പോഴും ആ ഒരു മങ്ങലൊന്നും ഏൽക്കാതെ അല്ലേ? ഇപ്പോഴും എന്തൊരു ഭംഗിയായിട്ടാണ്. മാലകൾക്കൊക്കെ ആ കളറൊക്കെ ഇപ്പോഴും പച്ച കളറൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഇന്നിപ്പോ ഞാനാണ് കേട്ടോ ഇത് കൊണ്ടുപോകുന്നത്. പടി കയറിയാലോ? എൻ്റെ അടുത്ത് വെളിച്ചം കിട്ടുമോന്നറിയില്ല. എൻ്റെ അടുത്ത് അടിയിൽ പോയി നിന്നല്ലേ. ഇതാണ് ശബ്ദമുള്ള പടി. ഈ ഒരു പടിക്ക് ശബ്ദമുണ്ട് കേട്ടോ. ഇത് എന്താണ്? ഇല്ല, അത് പണ്ടൊരു ഇന്റർവ്യൂവിൽ ഒരിക്കൽ പറഞ്ഞിട്ടുള്ള, രാത്രിയിൽ ആരെങ്കിലും നടക്കുമ്പോ ഈ പടി സൗണ്ട്, ഈ പടി മാത്രമേ സൗണ്ട് ഉള്ളൂ. കുളത്തിൽ ഉപയോഗിച്ചിരുന്ന
കുളച്ചിൽ യുദ്ധത്തിൽ കിട്ടുമോ ഉപയോഗിച്ചിരുന്ന വാളും പരിചയം പരിചയം. ആള് കുന്തമാണ് ശരിക്കും വാള് കുന്തോട് സ്പിയർ ആൻഡ് ഷീൽഡ്. 1741. അതെ. എനിക്ക് കുറച്ചൊക്കെ ഹിസ്റ്ററി അറിയാം കേട്ടോ. ആരൊക്കെ വരുന്നത്? ആ ക്യാപ്റ്റൻ ടെൻലായും ഫ്രഞ്ച്, അതായത് ഡച്ച് സൈന്യവും മാർത്താണ്ഡവർമ്മ സൈന്യവും കൂടി. അന്ന് തിരുവിതാംകൂറാണ് ആദ്യമായിട്ടൊരു വിദേശിയെ തോൽപ്പിക്കുന്നത്. അതെ, ഒരു ആഘോഷം തന്നെയായിരിക്കും അല്ലേ ആ ഒരു സമയം? ഓർക്കുന്നില്ല. അല്ല, കേട്ടിട്ടില്ലേ അങ്ങനെ ആരെങ്കിലും പറഞ്ഞു? വലിയ ആഘോഷം. പക്ഷെ നമ്മളങ്ങനെ ഒരു ഹൗ ടു ട്രീറ്റ് ദി പ്രിസണേഴ്സ് ഓഫ് വാർ എന്ന് അദ്ദേഹം മാർത്താണ്ഡ മഹാരാജ അവിടെ കാണിച്ചത്. എന്നിട്ട് അദ്ദേഹത്തിന് ഇവിടുത്തെ പട്ടാളത്തിലെ സേനാധിപൻ എന്താ മേധാവിയായിട്ട് ഇവിടെ അപ്പോയിന്റ് ചെയ്തു. അദ്ദേഹം പിന്നെ നാട്ടിൽ പോയിട്ട് അദ്ദേഹത്തിന്റെ ഫാമിലിയും പെറ്റ് ഡോഗിനെ കൂടെ ഇവിടെ കൊണ്ടുവന്നു. പിന്നെ അവസാനം എനിക്ക് മരിക്കുന്ന ഇവിടെ തന്നെ. ഇപ്പോഴത്തെ കാലത്ത് ഓരോരുത്തരെ പിടിക്കാൻ അവനെ ടോർച്ചർ ചെയ്തും. ഇപ്പൊ തിരുവിതാംകൂർ അന്നും മാതൃകയായിരുന്നു. നമുക്ക് മുകളിലോട്ട് കയറാനുള്ള അനുവാദം ഇല്ല കേട്ടോ, കാരണം ഇവിടുന്ന് ഒരു പ്രൈവറ്റ് സ്പേസ് ആണ്. കൊട്ടാരത്തിലെ അംഗങ്ങളൊക്കെ താമസിക്കുന്ന സ്ഥലമാണ്. ഇത് പുതിയതാണ്, അമ്മയ്ക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓ.